ഹായ്, നമുക്കിന്ന് കുറച്ച് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. സ്ത്രീപക്ഷപാതിയായ ഷെഫീൻ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണല്ലോ മാറ്റർ. ആക്ച്വലി അതും പറയണമല്ലോ. നിവിൻ പോളി വിഷയം തന്നെ എടുക്കാം. ഇപ്പോൾ 12 പേരടങ്ങുന്ന യൂട്യൂബേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ആ സ്ത്രീ കേസ് കൊടുത്തിരിക്കുകയാണ്. നമുക്കതിനകത്ത് അവരെ ഒപ്പോസിഷൻ പറയാനൊക്കത്തില്ല. ബിക്കോസ് അവരുടെ റൈറ്റാണ്, അത് അവരുടെ മൗലികാവകാശമാണ്. അത് മാത്രവുമല്ല, BNS 62 തൊട്ട് 70 വരെ ഉള്ള ഒരു പരിധി, അതായത് 62, 63, 64 അങ്ങനെ തുടങ്ങി 70 വരെയുള്ള ചാർജസ് ഏറ്റെടുക്കുന്ന വിക്ടിംസ്, ആ വിക്ടിംസിൻ്റെ ഫോട്ടോ കാണിക്കാനോ അവരുടെ പേരുച്ചരിക്കാനോ അധികാരമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് 2 വർഷം കഴിഞ്ഞ തടവും ഫൈനും കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം. അപ്പം 72 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സംഹിതയുടെ നമ്പർ, ന്യൂമറിക്കൽ സാധനം. അപ്പോൾ ഈ ഒരു വിഷയം വെച്ചിട്ട് അവർ 12 പേർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ കേസുകൾ അതിവേഗതയിൽ അതിശീഘ്രതയിൽ എടുക്കുന്നുണ്ട്. ഈ എന്തുകൊണ്ടാണ് നിവിൻ പോളി തിരിച്ചു കൊടുത്ത കേസിൽ പ്രത്യേകിച്ച് ആക്ഷനൊന്നും ഉണ്ടാകാത്തത്? കൃത്യമായി തെളിയിക്കപ്പെടുകയും നിവിൻ പോളിയെ ഈ ക്രൂശിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും വേണമെന്നുള്ളത് എമർജൻ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി 6 വർഷം ജയിലിൽ കിടന്നു. നമ്മുടെ നാട്ടിലല്ല, വിദേശത്താണ്. അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് പോക്സോ പ്രതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈമാണ്. അവിടെ പിന്നെ വേറെ സംസാരങ്ങളൊന്നും ഉണ്ടാവത്തില്ല. 16 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന ഒരൊറ്റ കുറ്റച്ചാട്ട്, അലിഗേഷനാണ്, ഫോൾസ് അലിഗേഷൻ. പുള്ളിയെ പിടിച്ച് 6 വർഷത്തേക്ക് അതിനകത്തിട്ടു. വിചാരണ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് വന്ന് പറഞ്ഞു, എന്നെ അയാളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ശത്രുത കൊണ്ട് പറഞ്ഞതാണ്. ആ മനുഷ്യൻ കരയുന്നു, കൂടെ നിൽക്കുന്നവർക്കും കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ എന്ത് പ്രയോജനം? നഷ്ടപ്പെട്ടത് വളരെ വളരെ വലിയ കുറേ നല്ല ദിവസങ്ങൾ. മാത്രമല്ല, ഈ അലിഗേഷൻ വരുമ്പോൾ തന്നെ കുടുംബം, കൂട്ടുകാർ ഒക്കെ തന്നെ മാറ്റി നിർത്തുമല്ലോ. അതുപോലൊരു രീതി ഇവിടെ നിവിൻ പോളിക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നു. നിവിൻ പോളി എങ്ങനെ സേവായി എന്ന് പറഞ്ഞാൽ, കൂടെ നിൽക്കുന്ന കൂട്ടുകാർ സ്ട്രോങ് ആയ ആൾക്കൊപ്പം നിന്നു. അതിലും ഒരു പെൺകുട്ടി തന്നെ മുൻപോട്ട് വന്നിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യം എവിഡൻസ് വെച്ച് പറഞ്ഞു. പാർവതി കാണിച്ച ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അത് വേറെ ആർക്കുമില്ല. തെളിവുകൾ നിരത്തിക്കൊണ്ട് പല ആൾക്കാരും ഈ ഒരു വസ്തുതയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. 6ഓളം പേർ കൃത്യമായി ഇവരുടെ മുഖം ഉപയോഗിച്ചു. ഈ പറയുന്ന ലേഡിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് അതിനുള്ളിലുള്ള ഡേറ്റുകൾ എടുത്ത് കൃത്യമായി വിവരണം നടത്തി. 12 പേർക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവരെ പുറം ലോകത്തേക്ക് കാണിച്ചു കൊടുത്ത ആൾക്കാർക്കെതിരെയാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത്. ബുദ്ധിയും ബോധമുള്ളവരല്ല ഒരു കാരണവശാലും ആ സ്ത്രീയുടെ ഫോട്ടോ വയ്ക്കത്തില്ല. കാരണം കേസ് അവർ കൊടുത്തു, FIR ഇട്ടും കഴിഞ്ഞു. ഇനി അതിനകത്ത് വിചാരണയാണ് നടക്കുക. അപ്പോൾ വിക്റ്റിമായി കഴിഞ്ഞാൽ ഈസി വേ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടി കൊന്നു കളഞ്ഞൊരു കുഞ്ഞിൻ്റെയും കഥ പറയാം. കഥയല്ല, ഇറ്റ്സ് റിയാലിറ്റി. പ്രസവം കഴിഞ്ഞ് 3-ാം മണിക്കൂറിൽ കൊച്ചിനെ ഒരു കവറിനകത്താക്കി എടുത്ത് ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് എറിയുകയാണ്, പുറത്തേക്ക് എറിയുകയാണ്. കുഞ്ഞ് അതിദാരുണമായി കൊല്ലപ്പെട്ടു. അവർ 4 ആണുങ്ങളുമായി സെക്ഷൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കുറച്ച് ഫിനാൻഷ്യലി ഹൈ ആയ ഒരു ഫാമിലിയിലെ ഒരേ ഒരു മകളാണ്. ധൂർത്തും അത്രപോലും പാമ്പറും ചെയ്ത് വളർത്തിയ കുഞ്ഞായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊക്കെ നടക്കുന്ന ഒരു വലിയ ക്രൈമായിട്ടൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. സദാചാരവാദമല്ല, ബട്ട് സ്റ്റിൽ ആ വയസ്സിലൊരു കുഞ്ഞ് ഇതുപോലൊരു വൃത്തികേടിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം പ്രൊക്കോഷനൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കണം. അല്ലാച്ചാൽ ഇതുപോലെ കുഞ്ഞിനെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കുട്ടീനെ തല്ലിക്കൊന്ന് പാക്കിലാക്കി ദൂരെ എറിയേണ്ട ഗതികേടും വരും. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഈ മകളുടെ പേരും കുടുംബത്തിൻ്റെ പേരുമൊക്കെ റിവീലാവുകയും പുറത്തേക്ക് വരികയും ചെയ്യുമെന്നൊരവസ്ഥ വന്നപ്പോൾ അവർ ചെയ്ത ഒരു ഐഡിയയാണ് 72 ഇട്ട് ഒരു പെറ്റീഷൻ അങ്ങോട്ട് തയ്യാറാക്കിയത്. 70 ഇട്ട്, അതായത് 62 തൊട്ടുള്ള ഇങ്ങോട്ടുള്ളതിൽ ഗ്യാങ് റേപ്പ് പോലുള്ള സാധനവും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അല്ലാതെ തന്നെ ഒരു സ്പെസിഫിക് പേഴ്സൺ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു കേസും അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ വിക്ടിമിൻ്റെ പേര് പറയാൻ പാടില്ല, വിക്ടിമിൻ്റെ ഫോട്ടോ ഇടാൻ പാടില്ല. ഇട്ട ക്രൈമാ, പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇടുന്നത് കണ്ടാൽ ശ്രദ്ധയിൽപ്പെട്ട പോലീസും സ്വമേധിയാ പോലും കേസെടുക്കാൻ പറ്റും. അങ്ങനെ കേസെടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ, അങ്ങനെ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പലരും ഇവരെ പറ്റി വീഡിയോ ചെയ്യാതെയായി. ഈ ഒരു ക്രൈം പുറം ലോകത്തേക്ക് എത്ര അറിഞ്ഞില്ല. ആ കുട്ടി മരണപ്പെട്ടു, 3 മാസത്തെ ജയിൽവാസം, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. പക്ഷേ ഈ 4 പേരെയും പിടിച്ചുകൊണ്ട് പോയി പോലീസ് പരിശോധിച്ചാൽ ഒരുത്തൻ്റെ DNA ആണ് ഈ കുട്ടിയുമായിട്ട് മാച്ചായത്. അവനെ പിടിച്ചങ്ങകത്തിട്ടു. പ്രസവിച്ചതവള്, കൊന്നതവള്, കൺസീവ് ആയതവള്. പക്ഷേ കാരണക്കാരനെന്ന് പറയുന്ന 4-ൽ ഒരുത്തനെ പിടിച്ചങ്ങകത്തിട്ട് അവന് ജാമ്യവും നിഷേധിച്ചു. ഇവിടെ നിഷേധിക്കപ്പെടുന്ന നീതി ആണുങ്ങൾക്കാണ്. ഇത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതല്ല. വാസ്തവത്തിൽ ഇത്തരക്കാർ പിന്നീട് അനുഭവിക്കുന്ന ഒരു വിഷമം, അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു അപമാനം, അതിനൊരു തിരിച്ചു നോട്ടം നല്ലതല്ലേ? അതിനൊരു അഭിപ്രായം വേണ്ടായോ?
സ്ത്രീകളാണ് ഉപയോഗിക്കപ്പെടുന്നത്, സ്ത്രീകളാണ് ആക്രമിക്കപ്പെടുന്നത്, തർക്കമില്ല. പുരുഷാവകാശ കമ്മീഷനൊക്കെ വരുന്ന അട്ടർ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആധികാരികമായി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ആക്രമിക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും മോശപ്പെടുത്തപ്പെടുന്നതും ഒക്കെ പെൺകുട്ടികൾ തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ആണുങ്ങൾക്കൊരു നീതി, പെണ്ണുങ്ങൾക്കൊരു നീതി, കാട്ടുനീതി പ്രഖ്യാപിക്കരുത്. നിവിൻ പോളി ഒരു പക്ഷേ സർവൈവ് ചെയ്യുമായിരിക്കാം. അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആണുങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല സ്ത്രീ ലംബടന്മാരെ വെളുപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരിക്കലും അനുകൂലിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റുന്ന കാര്യമല്ല. അതിൽ എടുത്തു പറയാൻ പറ്റുന്നത് രാധിക ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. തമിഴ് ആക്ട്രസ്സായ രാധിക ശരത് കുമാർ, പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പിന്നെ ഇത് പറയുന്ന കാരവാനുകളിൽ അത്യാവശ്യം വീഡിയോ ഒക്കെ വെച്ചിരിക്കും, അതിൽ കൂടെ ആളുകൾ എടുക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ ഉന്തിൻ്റെ കൂടെയുള്ളൊരു തള്ളല്ല, അത് കൃത്യമാണ്. അവർ പറയുന്നത് കേട്ട് നോക്കൂ. ഒരു കാരവാനിനകത്ത് 2 പോർഷനാണ്. ഒരു പോർഷനിൽ നമ്മളെല്ലാവരും ഇരിക്കും, ഇപ്പുറത്തെ പോർഷനിൽ രാധിക 3-ാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ ഞാൻ പറഞ്ഞു കോമഡി ടൈം. ഇതിനകത്ത് ഇവന്മാർ തന്നെ രണ്ടുപേരെ ആരെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. ഹേമ കമ്മിറ്റി വന്ന ഉടനെ തന്നെ അലിഗേഷൻ ആദ്യം ഉയർന്നവർക്കെതിരെയാണ്. രണ്ടുപേരുടെയും സംസാര രീതിയും പൊതുസമൂഹത്തിനോട് ഇടപഴകുന്ന രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുമാർ കുഴപ്പം തന്നെയാണെന്ന്. ഇവന്മാർക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി വെട്ടാൻ വേണ്ടിയിട്ടാണ് നിവിൻ പോളിയെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ വിഷയത്തിൽ പെടുത്തിയെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കും അങ്ങനെയാണ് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. പക്ഷെ അതാണ് സത്യം. ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇവന്മാരുടെ തെറ്റ് സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവപ്പെട്ട പയ്യനെ ഇതിനകത്ത് പെടുത്തിയത്. അല്ലാതെ നിവിൻ പോളി പറയുന്ന കണക്ക് ഇത് പ്രൊഫഷണൽ ജലസി ഒന്നുമല്ല, അയാളുടെ കരിയർ നഷ്ടപ്പെടുത്തുക എന്നുള്ളതൊന്നുമല്ല. ഒരാളും അത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത. നമ്മൾ ഉദ്ദേശിച്ചവരൊക്കെ രക്ഷപ്പെടുകയും നമ്മൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ തന്നെ പെടുകയും ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു സമ്മർദ്ദമാണ് തരുന്നത്. ഇതുപോലുള്ള ഫേക്ക് അലിഗേഷൻ പറഞ്ഞ വ്യക്തികളെയൊക്കെ തന്നെ ഒതുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കെതിരെ ക്രൈം നടത്തുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ സ്ത്രീയാണ്. ഇനി മീനു മുനീർ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ പേര് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. വിക്റ്റിമാണ് അവർ. അപ്പം അവരും കൊടുത്ത കേസും വലിയ കാര്യപ്രസക്തിയോടെ എടുക്കാതെ പുള്ളിക്ക്, അതായത് പ്രത്യേകിച്ച് ഈ പറയുന്ന മുകേഷിനും ഇടവേള ബാബുവിനും പിന്നെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എങ്ങനെ ആ ജാമ്യം കൊടുക്കും? ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് പറയുന്നത്, ക്രിമിനൽസുകൾ ചുറ്റുമുണ്ട്. അവർ നിന്നുകൊണ്ട് നിരപരാധികളെ പെടുത്തുമ്പോൾ നിരപരാധികളെ സേവ് ചെയ്യാൻ വേണ്ടി ക്രിമിനലുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തും. അതൊരു ഭീകരമായ സാധനമാണ്, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിവേ, ഈ ഒരു വിഷയത്തിൽ ആണുങ്ങളുടെ ഭാഗത്തുള്ള ന്യായമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ആണുങ്ങൾ എന്ന് എടുത്ത് ഞാൻ പറയും, നമ്പുസുഖങ്ങളെ ഞാൻ ആണെന്ന് പറയത്തില്ല. കൊടും ഭീകരതയും വൃത്തികേടുകളും സിനിമാ സൈറ്റുകളെ മറ്റൊരു മേഖലയായിട്ട് ഉപയോഗിക്കുകയും ചെയ്ത വൃത്തികെട്ട സ്ത്രീലമ്പടന്മാരായ ആളുകളെ ഞാൻ ആണുങ്ങളെന്ന് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുകേഷൊക്കെ അതിൽ തന്നെ പെടും. ഒരു കാരണവശാലും അവരൊന്നും മനുഷ്യ ഗണത്തിൽ പോലും പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ആ പെൺകുട്ടി പറഞ്ഞതിൻ്റെ തീവ്രത വെച്ച് നോക്കുമ്പോൾ സിദ്ദിഖ് അതിനേക്കാൾ ഭീകരനാണ്. 1-2 പേരല്ല, പലരും മാറി മാറി പറയുന്നുണ്ട് ഇവരൊക്കെ കുഴപ്പമാണെന്ന്. ഈ ഒരു വിഷയത്തിൽ തമാശ രൂപേണയാണ് ഇവരിത് പറയുന്നതെങ്കിലും അതിൽ ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ഡാമേജ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക. സോ ഇതൊക്കെ തന്നെയാണ് പോയിന്റ്സ്. ഇത് വെച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക. എനിക്ക് മനസ്സിലായത് നിവിൻ പോളി നിരപരാധിയാണ്. ഇത്തരത്തിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വർഷക്കണക്കിന് എടുക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ പോലെ 6 വർഷത്തോളം കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ, അയാളുടെ ലൈഫ് പാർട്ട്ണറൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന നഷ്ടം അത് ഈ പെൺകുട്ടി നികത്തി കൊടുക്കുമോ? തിരിച്ച് കേസ് എടുക്കാൻ നിയമം വേണം, നിയമമുണ്ട്, അത് പ്രാക്ടിക്കലാക്കണം. തിരിച്ച് കേസ് കൊടുക്കണം. മാനനഷ്ടത്തിനല്ല, ജീവൻ നഷ്ടത്തിനാണ് കൊടുക്കേണ്ടത്. ഒരാൾ അഭിമാനബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ, ഒന്നിലും പെടാത്തൊരു വ്യക്തിയെ അത്തരത്തിലൊരു വൾഗാരിറ്റിയിൽ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി നിലകൊള്ളുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.